114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഫെബ്രുവരി 15 മുതൽ 22 വരെ പമ്പാ നദീ തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ശ്രീ വിദ്യാധിരാജ നഗറിലാണ് പരിഷത്ത് അരങ്ങേറുന്നത്. പ്രമുഖ ആചാര്യന്മാരും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് 8 ദിവസങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ളത്. ചെറുകോൽപ്പുഴയിൽ പമ്പാ മണൽപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പന്തലും വേദിയും അലങ്കാരങ്ങളും ഒരുങ്ങുന്നത്. പമ്പാ നദിക്ക് കുറുകെ സമ്മേളന നഗരിയിലേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പമ്പാ തീരത്ത് അടിഞ്ഞുകൂടിയ മണ്ണും കാടും നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. മേജർ ഇറിഗേഷൻ്റെ വർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന പോലെ തന്നെ ഈ വർഷവും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ കാടുകൾ തെളിക്കുകയും നദിയുടെ തീരം വൃത്തിയാക്കുകയൊക്കെ ചെയ്തതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പന്തലിൻ്റെ നിർമ്മാണം തന്നെ ഏതാണ്ട് പൂർണ്ണഘട്ടത്തിലെത്തിയിരിക്കുന്നതാണ്. ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കറക്ഷൻസുകളൊക്കെ വരുത്തിയാൽ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ ചെറുകോൽ കരയിൽ നിന്നും അയിരൂർ കരയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽക്കാലിക പാലം അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസം അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നതാണ്. ഫെബ്രുവരി 15 രാവിലെ കൊല്ലം പത്മന ആശ്രമത്തിൽ നിന്നുള്ള ജ്യോതി പ്രയാണ ഘോഷയാത്രയും പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പതാക ഘോഷയാത്രയും എഴുമറ്റൂർ ശ്രീപരമ ഭട്ടാരക ആശ്രമത്തിൽ നിന്നുള്ള ഛായാചിത്ര ഘോഷയാത്രയും സമന്വയിച്ച് സമ്മേളന നഗരിയായ ശ്രീ വിദ്യാധിരാജ നഗറിലെത്തും. ശേഷം ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ പതാക ഉയർത്തും. വൈകിട്ട് 3:45 തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഹിന്ദുമത പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ ധർമാചാര്യ സഭ, പരിസ്ഥിതി കാർഷിക സമ്മേളനം, അയ്യപ്പ ഭക്ത സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, ബാലമഹാസമ്മേളനം എന്നിവ നടക്കും. ഒപ്പം രാമായണ സമീക്ഷകൾ, നാരായണീയ പാരായണം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയാൽ സമ്മേളന നഗർ ഭക്തിസാന്ദ്രമാകും. ഫെബ്രുവരി 22 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 മണിക്ക് പമ്പാ നദിയിൽ നടക്കുന്ന മഹാ ആരതിയോടെ 8 ദിവസത്തെ പരിഷത്തിന് സമാപനമാകും. അമൃത ന്യൂസ്, പത്തനംതിട്ട.